അമ്മ തയ്യാറാക്കിയ നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ നെല്ലിക്ക മാത്രമല്ല, ഇവിടെ ഉണക്കാനായിട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്ക, നാരങ്ങ, ജാതിക്ക ഒക്കെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് നെല്ലിക്ക അച്ചാറിൻ്റെ റെസിപ്പി മാത്രമാണ്. മറ്റത് രണ്ടും അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നെല്ലിക്ക അച്ചാറിടാനെ കൊണ്ടുള്ള ഏറുകറികൾ കൂട്ടുക. നെല്ലിക്ക കൊണ്ടുവന്ന് കഴുകി അരി അത് ഒരാവി കൊള്ളിച്ചു ഇഡ്ഡലി കുട്ടകത്തിനകത്ത് വെച്ച് ഒരു വെള്ളത്തിലിടാതെ കണ്ട് ഒരാവി കൊള്ളിച്ചിട്ട് അപ്പോൾ ചെറുതായിട്ടൊരു ചൂട് പിടിച്ച് കഴിഞ്ഞപ്പം നാറി കഴിഞ്ഞപ്പോൾ അത് അരി കളഞ്ഞു വെച്ച് അല്ലി തിരിച്ച് അതിനകത്തും ഈ മഞ്ഞപ്പൊടിയും ഈ ജാതിക്കാക്കി ചേർത്ത കാര്യം പറഞ്ഞല്ലോ ഇതിന് വേണ്ടുന്ന മഞ്ഞൾ, കടുക് പൊടിച്ചതും മഞ്ഞപ്പൊടിയും ഉലുവാപ്പൊടിയും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് എല്ലാം ഇളക്കി പുരട്ടി വെച്ച് അത് ഒരു ദിവസത്തെ വെയിൽ കൊണ്ടു. 1 കിലോ നെല്ലിക്ക ഉണ്ട്. അരി കളഞ്ഞിട്ട് 4 കഷ്ണമായിട്ട് 4 കഷ്ണമായിട്ട്. ഇനി നെല്ലിക്ക അച്ചാർ ഇടാൻ ആരംഭിക്കുകയാണ്. എല്ലാം നല്ലെണ്ണയ്ക്കകത്ത് പെട്ടെന്ന് ചൂടാകും. കരിവേപ്പില ഇടാം. ഇതിൻ്റെ കൂടെ ഇഞ്ചി അരിഞ്ഞ് വെച്ച്, നാരങ്ങക്കായ്ക്ക് നല്ല ഇച്ചിരി ഏറെ വേണം. ഈ വെളുത്തുള്ളി, ഇഞ്ചി, നെല്ലിക്കായ്ക്ക് ഇത് വെളുത്തുള്ളി അരിഞ്ഞ് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിട്ട് നെല്ലിക്ക ഇന്നലെ നേരത്തെ നമ്മൾ എല്ലാ ഇഡ്ഡലി കുട്ടകത്തിനകത്ത് ഇട്ട് വെച്ച് ആവി ഉള്ളിച്ച് അത് പിന്നെ അരി കളഞ്ഞ് 4-5 ചാറായിട്ട് അതിൻ്റെ അല്ലി തിരിച്ച് ഇട്ട് മഞ്ഞപ്പൊടിയും ഉലുവാപ്പൊടിയും കടുകും പൊട്ടിച്ചിട്ട് ഉപ്പും എല്ലാം കൂടി ഇട്ട് ഇളക്കി ഒരു ദിവസം വെയിലത്ത് വെച്ചിരുന്നു. വെളുത്തുള്ളി, ഇഞ്ചിയും കായവുമാണ് അച്ചാറിന് മുൻതൂക്കമായിട്ട് നിൽക്കണം. ഈ പാത്രം പെട്ടെന്ന് ചൂട് പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ മൂത്ത് കഴിഞ്ഞാൽ കുറച്ച് താമസം എടുക്കും അല്ലേ? അങ്ങനെയില്ല, മൂത്ത് പെട്ടെന്ന് കിട്ടും. ഇപ്പം ഇഞ്ചാലി ചീനിച്ചട്ടിക്കായലൊക്കെ എളുപ്പമാണ്. ഞാൻ കാണുന്നല്ല അല്ലേ? മൂത്ത് വരുന്നുണ്ട്. ഞാൻ വേണ്ടുന്ന തീ ശകലം കുറയ്ക്കണം.
മുളക് പൊടി ഇടുമ്പം പെട്ടെന്ന് ഒരു ബ്രൗൺ നേരം. ഇനി എല്ലാം അതിനകത്ത് ചേർത്തിട്ടുണ്ട്, എന്നാലും ഒരു ശകലമൊക്കെ അരപ്പിൻ്റെ കൂടെ എല്ലാം ഇടണം. ശകലം കൂടെ ചേരും. ഞാൻ്റെ കൂടെ ഇത്രയും മുളക് പൊടി വേണം. നെല്ലിക്കയല്ല, എത്രയും നെല്ലിക്കയല്ല, 1 കിലോ. 1 കിലോ നെല്ലിക്ക ഉണ്ട്. ഇത് നെല്ലിക്കായ്ക്ക് നല്ല പുളിയും ഞാൻ സ്പൂണും കൊണ്ട് അളന്ന് അതിൻ്റെ ആവശ്യത്തിന് നമുക്ക് അറിയാമല്ലോ. പിന്നെ ഇത്ര എരി വേണുന്നവരുണ്ട്, എരി ഇല്ലാത്തവരുണ്ട്. പക്ഷേ എനിക്ക് അച്ചാറിന് എരിയും പുളിയും എല്ലാം ഒരേ കണക്കിന് എല്ലാം വേണം. ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ. ഇച്ചിരി കായം, അല്ല ഇത് ഉലുവാപ്പൊടിയാണ്. അതിൻ്റെ കൂടെ കായപ്പൊടിയും കൂടെ, കായം പൊടിച്ച് വെച്ചിരുന്നത്. ഞാൻ ഈ വിനാഗർ, ആപ്പിൾ വിനാഗർ, അതേ കൂടെ ശകലം ഒഴിച്ച് അരപ്പിനകത്ത് യോജിപ്പിക്കണം. ഒരുപാട് നെല്ലിക്ക അല്ല, ഇത് നല്ലതാ, മറ്റുള്ള വിനാഗർ പോലെ അല്ലല്ലോ. പിന്നെ വേണമെന്ന് എരിയിൽ ഉപയോഗിക്കുന്നതിനും കുഴപ്പമുള്ളതല്ല. ഇനി നെല്ലിക്ക ഇടാം. ഇനി ഇതിന് ചൂട് പിടിക്കണം. പെട്ടെന്നൊന്നും ഇതിനകത്ത് നീരിറങ്ങത്തില്ല. ഇനി ഇതെല്ലാം കൂടെ ഉപ്പും അരപ്പും എല്ലാം കൂടെ ചേർന്ന് പുരട്ടി വെച്ചിങ്ങനെ ഇത്രയും സാധനം ചൂട് പിടിച്ച് വരണ്ടേ. അച്ചാറിടുന്നതിൻ്റെ ക്ഷമയോ? അല്ല, ഇവിടെ ഇരുന്ന് എന്ത് പറഞ്ഞ എൻ്റെ അവസ്ഥ, എൻ്റെ അവസ്ഥ എങ്ങനെ വർണ്ണിക്കുന്നത്? ആർക്കും വർണ്ണിക്കാനാവത്തില്ല. അങ്ങനെ നെല്ലിക്ക അച്ചാർ പരുവായി. ഇനി ഇത് ശരിയായിട്ട് കിട്ടണമെങ്കിൽ 2 ദിവസം എടുക്കും. ഇതിങ്ങനെ ഇച്ചിരി തല്ലിപ്പൊത്തി അങ്ങ് വെക്കണം. അതിൻ്റെ നീരൊക്കെ ഇറങ്ങിക്കഴിയുമ്പം മറ്റുള്ള അച്ചാറിൻ്റെ കൂട്ടല്ല. നാരങ്ങയെന്ന് വെച്ചാൽ അന്നേരം അതിന് നീരങ്ങ് ഇറങ്ങും. ഇത് പെട്ടെന്ന് ഇറങ്ങത്തില്ല. ഇതെല്ലാം ഇനിയൊന്ന് ആയി വരുമ്പോൾ ഇതെല്ലാം പിടിച്ച് തരുന്നതെല്ലാം നീരിറങ്ങണം. ഇറങ്ങിക്കഴിയുമ്പോൾ നല്ല ചാറും ഇറങ്ങും. അതിന് കുറച്ച് കഴിഞ്ഞ് അതിന് ഇച്ചിരൂടെ ചൂട് പിടിക്കണം. ചൂടായില്ല. തീ കുറച്ചിട്ടേക്കുമായിരുന്നു. ഇപ്പോഴാ മുമ്പഴത്തേക്കും മയമായി വരുന്നു. വേണ്ട, നെല്ലിക്കായ്ക്ക് ചൂട് പിടിച്ചപ്പം മയം ഇറങ്ങി വരുന്നു. അതാ
ഇനി വലിയ പണിയൊന്നുമില്ല. ഇനി ചൂട് പിടിച്ച് ഒന്നുകൂടെ ഇളക്കി കഴിഞ്ഞാണ്ട് ചൂട് പിടിച്ച് ഇതാണല്ലോ. ഇനി അതിരുന്ന് അരപ്പ് വരട്ടി എല്ലാം ഒന്ന് പിടിച്ച് ഇറങ്ങി വരണം. നീരേ തന്നെ ഇരുന്ന് ഇറങ്ങിക്കോളും. ഓക്കെ, നെല്ലിക്ക അച്ചാർ ഓഫ് ചെയ്ത് കേട്ടെ. ഇനി ഓഫ് ചെയ്യാം. മതി. ഓക്കെ, ഇനി ഇപ്പോഴേ ഒന്നും നോക്കിയാലും ഒന്നും അറിയത്തില്ല. ഇതിങ്ങനെ ഇരിക്കണം. ഇരുന്ന് വെള്ളം ചേർക്കണ്ട. കഴിഞ്ഞു. അല്ല, ഇത് ഉടനെ എടുത്താലൊന്നും ഒരു രുചിയും ഗുണമൊന്നും അറിയത്തില്ല. ഒരാഴ്ചയെങ്കിലും ഇരുന്ന് ഒരു 2 ദിവസം ഇങ്ങനെ തല്ലിപ്പൊത്തിയൊക്കെ വെച്ചിരുന്നിട്ട് നോക്കി വെച്ച് എടുത്തതിൻ്റെ ഇളക്കി പുരട്ടി എല്ലാം നോക്കി അതിന് വേണ്ടുന്ന എന്താണെന്ന് വെച്ചാൽ പോരാത്തതൊക്കെ ചേർക്കണം. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ ഇത് ഉപയോഗിച്ച് തുടങ്ങും. കുഴപ്പമൊന്നുമില്ല. വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ട് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതെല്ലാം കുപ്പിക്കകത്താക്കി കഴിഞ്ഞ് സ്വല്പം നല്ലെണ്ണ അല്ലെങ്കിൽ ഒന്ന് അതിൻ്റെ പുറത്ത് ഒന്ന് ചാരിച്ച് കൊടുത്താലും കുഴപ്പമില്ല. ചൂടാക്കി ആറി എല്ലാം നല്ലെണ്ണ. ഓക്കെ, ഇപ്പം നെല്ലിക്ക അച്ചാർ ഉണ്ടാക്കി ഏകദേശം ഒരു 10 ദിവസം കഴിഞ്ഞതിന് ശേഷമുള്ള വീഡിയോ ആണിത് കേട്ടോ. ഞാൻ നാട്ടിൽ നിന്നപ്പോഴാണ് ഇതുണ്ടാക്കിയത്. അത് കഴിഞ്ഞ് ഞാനിങ്ങ് കൊണ്ടുപോന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഇത് ഷൂട്ട് ചെയ്യുന്ന ദിവസം ഞാൻ എടുത്ത് വെളിയിൽ വെച്ച് ഇത് ഞാൻ ഷൂട്ട് ചെയ്തതാണ്. നിങ്ങൾ നോക്കി ഇതിൻ്റെ ഒരു പരുവം കണ്ടോ, നല്ല കറക്റ്റായിട്ട് എല്ലാം ഒരു പരുവം. ഇപ്പം നമുക്ക് യൂസ് ചെയ്ത് തുടങ്ങാം. ഇത് രണ്ടും കൂടെ കാണിക്കുന്നതേ ഉള്ളൂ. ഇത് നാരങ്ങായും നെല്ലിക്കായും ഉണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു അവരുടെ ഒരു കൈപുണ്യവും ഈ ഉണ്ടാക്കിയുള്ള ഒരു അനുഭവ സമ്പത്തുമൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് അവരുണ്ടാക്കുമ്പോഴും. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാമല്ലോ ഇടയ്ക്കൊക്കെ. നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.